ഒരു എ ഐ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്താൽ അത് ഒരു എ ഐ അസിസ്റ്റൻ്റ് ആണോ അതോ പിന്നെ ഒരു ഡിജിറ്റൽ വെപ്പൺ ആണോ? നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ക്ലൗഡ് എ ഐനെ കുറിച്ചിട്ടാണ്. ഞാൻ റോൺസർ ഡിജിറ്റൽ ഡിഫൻസ് ആർക്കിടെക്റ്റായി സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ്, സൈബർ സെക്യൂരിറ്റി ടൂൾസ്, ഓട്ടോമേഷൻ ഇതിനെ ഒരു സെക്യൂരിറ്റി ലെൻസിൽ കൂടെ കാണുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ടൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എ ഐ ഏജൻറ്റിനെ കുറിച്ചിട്ട്. ആ എ ഐ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് ഓപ്പൺ ക്ലൗഡ്. അത് നമുക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ വല്ലതും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ത്രൂവോ ടെലിഗ്രാം ത്രൂവോ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ടാസ്കുകളെ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വാട്സപ്പിൽ കമാൻഡ് ചെയ്യുക, ഇങ്ങനെ എൻ്റെ മെയിലുകൾക്ക് റിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വാട്സപ്പിൽ ത്രൂ പിന്നെ ടാസ്ക് കൊടുത്തിട്ട് നിങ്ങളുടെ മെയിലിൽ റിപ്ലൈ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യണം. ആ ജോബിന് അപ്ലൈ ചെയ്യാൻ ഇത്രയും മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഇത്രയും ജോബ്സ് അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിലെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അത് പിന്നെ ഓരോ HR ഇമെയിലിലേക്കും അത് അയക്കും. അതിലുള്ള റിപ്ലൈ നിങ്ങൾക്ക് പിന്നീട് വരികയും ചെയ്യും. അപ്പം ഇത് ഓട്ടോമേഷൻ ചെയ്ത് നമുക്ക് എന്ത് വർക്ക് വേളയിലും ടാസ്ക് ഇത് കൊടുക്കുക. ഒരു എംപ്ലോയിക്ക് ഒരു ജോബ് കൊടുക്കുന്ന പോലെ നമ്മുടെ പടി എ ഐ ഏജൻറ്റ് ചെയ്യും. ഇതിലുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മളിതൊരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കുള്ളൊരു ഫുൾ ആക്സസ് നമ്മൾ അതിൽ കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ ഡാറ്റാസ് ഒക്കെ ബ്രീച്ച് പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലെത്താനൊക്കെയും ഇതാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റായ കോൺഫിഡൻഷ്യൽ ഫയലോ അതൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലാണ് ഇത് കൊടുക്കുന്നത്, ഒരു ക്ലൗഡിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഓൺ സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിൻ്റെ റിസ്ക് ഭയങ്കരമാണ്. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻ, ബാങ്ക് ഇൻഫോർമേഷൻ, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പം ഒരു ട്വീറ്റ് കണ്ടു, അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒഴിവ് സമയങ്ങളിൽ പുള്ളിക്കാരനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഇത് അതിന് സെറ്റ് ചെയ്ത് കൊടുത്തപ്പം അത് ക്രെഡിറ്റ് കാർഡിൻ്റെ പിന്നെ ഇൻഫോർമേഷൻസ് അതിലൊക്കെ ഉണ്ടായപ്പോൾ ഏതോ ഒരു ടൂള് പർച്ചേസ് ചെയ്യും. എത്ര $1000 വിലയുള്ള ഒരു ടൂള് പർച്ചേസ് ചെയ്തു. അപ്പോൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞാണ്, നിങ്ങളുടെ ഒഴിവ് സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി ചെയ്തൊരു ഇതാന്നുള്ള രീതിയിലാണ് അതിൻ്റെ റിപ്ലൈ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസുകൾസ് കൂടുതലാണ്. അതേപോലെ നമ്മൾ അതിലെ പ്ലഗിൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി പ്ലഗിൻസ് ആയതോടുകൂടി അതിൻ്റെ ബാക്ക് ഡോർസ് കൂടുതലുണ്ടാകാനുള്ള ചാൻസ്, മലീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ കടന്നു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തേർഡ് പാർട്ടി പ്ലഗിൻസ് ആകുമ്പോൾ അതുവഴി ബാക്ക് ഡോസും പാസ്വേഡ് തെഫ്റ്റ്, അങ്ങനെ നമ്മുടെ ഡാറ്റ ബ്രീച്ച് ഒക്കെ അതിനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പോൾ കുറേ പേര് ആപ്പിൾ മിനി യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ഇങ്ങനത്തെ റിസ്കുകളൊന്നും വരാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യുന്ന. ഇതോടുകൂടി ആപ്പിൾ മിനിയുടെ സെയിൽ കൂടിയെന്ന് തന്നെ ഒരു റൂമേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഏറ്റവും സേഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ വെർച്വൽ ബോക്സോ സാൻഡ് ബോക്സോ ഏതെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെർച്വൽ ബോക്സിൽ മാത്രമേ അതിന് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടത്തില്ല. അത് ഒരു എളുപ്പ വഴിയാണ്. അല്ലെ ആപ്പിൾ മിനി പോലുള്ള ഒരു കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം അതിനു വേണ്ടി സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ ലീക്കാവാനുള്ള ചാൻസസ് കൂടുതലാണ്.
അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ഏജൻ്റാണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കിതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരുപാട് ടാസ്കുകൾ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല്, KSEBയുടെ കറണ്ട് ബില്ല് നമുക്കത് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് സമയത്ത് ബില്ല് വരുമ്പോൾ ഓട്ടോമേറ്റായിട്ട് അടയ്ക്കാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടാസ്കുകൾ ഇപ്പോൾ എക്സലിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. CV റെഡിയാക്കണം, അങ്ങനെ വാട്സപ്പിൽ നിർദ്ദേശം കൊടുത്ത് CV ചെയ്ത് കിട്ടും. അങ്ങനെ ഒരുപാട് ഇതിന് പോസിറ്റീവ്സാണ് കൂടുതലും. അപ്പോൾ ഇത് ഏതൊരു ടൂള് വന്നാലും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിലിരിക്കും കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.